പ്രവാസികൾ നാടിന് നൽകുന്ന സംഭാവനകൾ ചെറുതല്ല. കേരള രൂപീകരണത്തിനു മുൻപേ രൂപീകരിക്കപ്പെട്ട ഒരു പ്രവാസി സംഘടനയുണ്ട് ബഹ്റൈനിൽ. ബഹ്റൈൻ കേരളീയ സമാജം. ഹാർമണി 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രവാസി കുടുംബ സംഗമം തലമുറകളുടെ സംഗമമായി. കടലിനക്കരെയാണ് ഗൾഫെന്ന് പറഞ്ഞു കേട്ടിരുന്ന കാലം. കപ്പൽ കയറി കരപിടിച്ച് ബഹ്റൈനിലെത്തിയവർ മുതൽ പുതുതലമുറയിൽപ്പെട്ടവർ വരെ ഒത്തുചേർന്നു. ഹാർമണി 2024 എന്ന പേരിൽ ബഹ്റൈൻ കേരളീയ സമാജം ഒരുക്കിയ പ്രവാസി കുടുംബ സംഗമത്തിലൂടെ തൃശൂർ ഗ്രാൻഡ് ഹയാത്ത് റീജൻസിയിൽ നടന്ന ചടങ്ങ് അക്ഷരാർത്ഥത്തിൽ തലമുറകളുടെ കൂടി സംഗമമായി. രാജ്യത്തെ സാമ്പത്തികമായി മുന്നോട്ട് നയിക്കുന്നതിൽ പ്രവാസികൾ വഹിക്കുന്ന പങ്ക് വലുതാണെന്ന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള. വികസിത രാജ്യങ്ങൾ ഡെവലപ്ഡ് കൺട്രീസിനേക്കാൾ ഒരു പണത്തൂക്കം മുന്നിൽ നിൽക്കുന്നു ഇന്ത്യ എന്നുള്ളത് ഏതെങ്കിലും ഒരു ഭരണകൂടത്തിന് താൽക്കാലികമായ നേട്ടമല്ല, അനശ്വതമായ നമ്മുടെ പുരോഗതിയുടെ ഭാഗമാണ്. അതിലൊക്കെ പങ്കുവഹിക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ പ്രവാസി മലയാളികളാണ്. കുടുംബസംഗമം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വയനാട് ദുരന്തബാധിതർക്കായുള്ള ധനസഹായം റവന്യൂ മന്ത്രി K രാജന് കൈമാറി. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PB രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായി. NK പ്രേമചന്ദ്രൻ MP, മുൻ MP രമ്യ ഹരിദാസ്, സാഹിത്യകാരന്മാരായ T പത്മനാഭൻ, ബെന്യാമിൻ, ജനറൽ കൺവീനർ ജോസ് പുതുക്കാടൻ, സമാജം ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി തുടങ്ങിയവർ സംസാരിച്ചു. ബഹ്റൈനിലെ സംരംഭകരായ VD തങ്കച്ചൻ, NP പ്രശാന്ത്, കോശി എബ്രഹാം, PK രാജു, രാജൻ വാര്യർ എന്നിവർക്ക് ഗവർണർ PS ശ്രീധരൻപിള്ള അവാർഡുകൾ സമ്മാനിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 700ഓളം പേർ പങ്കെടുത്തു. 24 തൃശൂർ.